തിരക്കുകളിൽ നിന്ന് ഒരിടവേളയെടുക്കാൻ വന്നതായിരുന്നു അവൻ. പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് പഴയ ഓർമ്മകൾ മാത്രമല്ല. തറവാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഗൗരിയും അവിടെയുണ്ടായിരുന്നു. പഴയ കളിക്കൂട്ടുകാരി. പക്ഷെ ഇപ്പോൾ അവൾ മാളിപ്പോയിരിക്കുന്നു. ഒരു പൂർണ്ണചന്ദ്രനെപ്പോലെ വശ്യമായ സൗന്ദര്യമുള്ളൊരു പെണ്ണായി അവൾ വളർന്നിരിക്കുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ മൗനത്തിന്റേതായിരുന്നു. മാധവൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് മഴ നോക്കുമ്പോൾ ഉള്ളിൽ തുളസിത്തറയ്ക്ക് വിളക്കുവെക്കുന്ന ഗൗരിയെ അവൻ ശ്രദ്ധിക്കുമായിരുന്നു. അവളുടെ കാൽത്തളകളുടെ കിലുക്കം ആ വലിയ വീട്ടിലെ നിശബ്ദതയെ ഭേദിച്ചു. ഒരിക്കൽ അടുക്കളയിൽ ചായയിടുകയായിരുന്നു ഗൗരി. മാധവൻ അവിടേക്ക് ചെന്നു. "ഗൗരി, ഒരു ചായ കിട്ടുമോ?" അവൾ തിരിഞ്ഞുനോക്കി. അവളുടെ നെറ്റിയിലെ ചെറിയ വേർപ്പുതുള്ളികൾ അടുക്കളയിലെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. "ഇപ്പൊ തരാ മാധവേട്ട," അവൾ പതുക്കെ പറഞ്ഞു. അവൾ ചായക്കപ്പ് നീട്ടുമ്പോൾ അവരുടെ വിരലുകൾ തമ്മിൽ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് തൊട്ടു. ഒരു മിന്നൽ പിണർ പോലെ ആ സ്പർശനം രണ്ടുപേരിലും പടർന്നു. ഗൗരി വേഗം കണ്ണുകൾ താഴ്ത്തി. അന്ന് രാത്രി മഴ ഭ്രാന്തമായി പെയ്യുകയായിരുന്നു. കാറ്റിൽ ജനലുകൾ ഇടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. മാധവന്റെ മുറിയിലെ വിളക്ക് അണഞ്ഞു. അവൻ മെഴുകുതിരി തിരയുന്നതിനിടയിലാണ് വാതിൽക്കൽ ഒരു നിഴൽ കണ്ടത്. "മാധവേട്ട, വിളക്കുപോയോ?" അത് ഗൗരിയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു റാന്തൽ വിളക്കുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നി. അവൾ മുറിക്കുള്ളിലേക്ക് വന്നു. "പേടിയുണ്ടോ?" മാധവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "എനിക്കീ മഴയെ പേടിയാ, തനിച്ചിരിക്കാൻ വയ്യ," അവൾ മന്ത്രിച്ചു. അവൾ അവന് നേരെ നടന്നപ്പോൾ തറയിൽ പടർന്ന വെള്ളത്തിൽ തെന്നി അവൾ വീഴാൻ പോയി. മാധവൻ വേഗം അവളെ താങ്ങിപ്പിടിച്ചു. അവളുടെ ശരീരം അവന്റെ നെഞ്ചോട് ചേർന്നു നിന്നു. ആ തണുത്ത രാത്രിയിലും അവർക്കിടയിൽ ഒരു ചൂട് പടരാൻ തുടങ്ങി. ഗൗരിയുടെ ശ്വാസഗതി വേഗത്തിലായി. അവളുടെ മുടിയിഴകളിൽ നിന്ന് പടരുന്ന കാച്ചിയ എണ്ണയുടെ ഗന്ധം മാധവനെ മത്തുപിടിപ്പിച്ചു. അവൻ അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. ആ കണ്ണുകളിൽ പ്രണയവും അതിലേറെ ആഗ്രഹവും നിഴലിക്കുന്നുണ്ടായിരുന്നു. "ഗൗരി," അവൻ അവളുടെ പേര് വിളിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. പകരം അവന്റെ ഷേർട്ടിൽ മുറുക്കി പിടിച്ചു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവൻ കണ്ടു. പതുക്കെ ആ മുറിയിലെ റാന്തൽ വെളിച്ചം മങ്ങിത്തുടങ്ങി. പുറത്തെ മഴയുടെ ഇരമ്പൽ അവർ കേട്ടില്ല. അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു. ആ പഴയ തറവാടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പ്രണയത്തിന്റെ പുതിയൊരു ലോകം പിറക്കുകയായിരുന്നു. രാത്രിയുടെ ഓരോ യാമവും കഴിയുന്തോറും അവർക്കിടയിലെ ദൂരമില്ലാതായി. വാക്കുകൾക്കു പകരം സ്പർശനങ്ങൾ സംസാരിച്ചു. അവളുടെ ഓരോ ചലനത്തിലും ഒരു സംഗീതമുണ്ടായിരുന്നു. മാധവൻ അവളുടെ കഴുത്തിൽ തന്റെ മുഖമമർത്തി. ആ രാത്രി അവർക്കായി മാത്രം മാറ്റിവെച്ചതായിരുന്നു. മഴ തോർന്നു തുടങ്ങിയപ്പോൾ കിഴക്ക് വെട്ടം വീണു. ഗൗരി പതുക്കെ അവന്റെ കൈകളിൽ നിന്ന് അടർന്നുമാറി. "ഇനി ഞാൻ പോകട്ടെ, ആരെങ്കിലും കാണും," അവൾ നാണത്തോടെ പറഞ്ഞു. "നമുക്കെപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ലേ ഗൗരി?" അവൻ കൈ പിടിച്ചു. അവൾ മറുപടി നൽകുന്നതിനു പകരം ഒരു ചെറിയ പുഞ്ചിരി മാത്രം നൽകി മുറിക്ക് പുറത്തേക്കൂടി. കൊച്ചി നഗരത്തിൽ ഒരു മഴയുള്ള വൈകുന്നേരം. റോഡുകൾ നനഞ്ഞിരുന്നു. കാറ്റിനൊപ്പം മഴത്തുള്ളികൾ പറന്നു വീഴുകയായിരുന്നു. വിഹാൻ എന്ന യുവാവ് ഒരു ചെറിയ കഫേയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്നു. ജീവിതം വളരെ തിരക്കിലായിരുന്നു. പക്ഷേ ആ ദിവസം അവൻ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നു. കൈയിലൊരു പുസ്തകം, മുടിയിൽ മഴത്തുള്ളികൾ, മുഖത്ത് ശാന്തമായൊരു ചിരി. അവളുടെ പേര് അമൃത. കഫേയിൽ സീറ്റുകളെല്ലാം നിറഞ്ഞിരുന്നു. അവൾ ചോദിച്ചു, "ഇവിടെ ഇരിക്കാമോ?" വിഹാൻ ചിരിച്ചു. "തീർച്ചയായും." അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. അവർ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അമൃത പറഞ്ഞു അവൾ ഒരു ആർട്ടിസ്റ്റാണെന്ന്. ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവൾക്ക് വളരെ ഇഷ്ടം. വിഹാൻ അവളുടെ സ്വപ്നങ്ങൾ കേട്ട് അതിശയിച്ചു. ആ വൈകുന്നേരം അവർ മണിക്കൂറുകൾ സംസാരിച്ചു. മഴ നിർത്തിയപ്പോൾ അമൃത പറഞ്ഞു, "ഇത് വളരെ മനോഹരമായൊരു വൈകുന്നേരമായിരുന്നു." വിഹാൻ ചിരിച്ചു. "മഴ കൊണ്ടാണ്." അവൾ ചിരിച്ചു പറഞ്ഞു, "അല്ല, നല്ല കൂട്ടം കൊണ്ടാണ്." അന്നുമുതൽ അവർ പതിവായി അതേ കഫേയിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. പതുക്കെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ഒരു ദിവസം അമൃത പറഞ്ഞു, "എനിക്ക് ബംഗളൂരുവിൽ ഒരു ആർട്ട് എക്സിബിഷൻ അവസരം കിട്ടി." വിഹാൻ സന്തോഷത്തോടെ പറഞ്ഞു, "അത് വലിയ അവസരമാണ്." അമൃത ചോദിച്ചു, "നമ്മൾ?" വിഹാൻ പറഞ്ഞു, "സ്വപ്നങ്ങൾ ആദ്യം, പ്രണയം കാത്തിരിക്കാം." അവൾ പോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ആർട്ട് എക്സിബിഷനിൽ വിഹാൻ പോയി. അവിടെ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. മഴയിലിരിക്കുന്ന ഒരു യുവാവിന്റെ ചിത്രം. പെയിന്റിംഗിന്റെ താഴെ എഴുതിയിരുന്നത്, "ഫോർ ദ ബോയ് ഐ മെറ്റ് ഇൻ ദ റെയിൻ." വിഹാൻ തിരിഞ്ഞുനോക്കി. അവിടെ അമൃത നിൽക്കുകയായിരുന്നു. അവൾ ചിരിച്ചു പറഞ്ഞു, "മഴ വീണ്ടും നമ്മളെ കണ്ടുമുട്ടിച്ചു."